Watch India's largest kids library only on Jio Hotstar. Download the app now. മോട്ടുജി നിങ്ങൾ ഷാമ്പു ഉപയോഗിക്കോ? ഇത് വളരെ നല്ല ഷാമ്പു ആണ്. ഒരു പ്രാവശ്യം നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാ പിന്നെ ഇത് ജീവിതകാലം ഒരിക്കലും ഇത് തീരില്ല. അതേന്ന്. നല്ല തമാശ കേട്ടോ, വളരെ നല്ല തമാശ തന്നെ. ഇല്ല, ഞാൻ തമാശ പറയല്ല, ഞാൻ പറയണത് സത്യമാണ്. ഒരു പ്രാവശ്യം വാങ്ങിച്ചിട്ടൊന്ന് നോക്കൂ. ഇവിടെ താനെന്തിനാടോ എന്റെ ഇന്നത്തെ ഈ ദിവസം കളയാൻ നോക്കുന്നത്? ഞാൻ നിന്റെ വാക്ക് കേട്ട് നിന്റെ പുറകിലൊന്നും വരില്ല കേട്ടോ. ചെല്ല്, നീ നിന്റെ വഴി നോക്കിപ്പോ. എന്നിട്ട് നീ എന്നെ ഈ ഷവറിലൊന്ന് കുളിക്കാൻ അനുവദിക്കേ. അയ്യോ, നിങ്ങൾ ഒരു പ്രാവശ്യം എന്റെ വാങ്ങിച്ച സാമ്പിൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്താ പിടിച്ചോ, ഇതൊന്ന് ഉപയോഗിച്ച് നോക്കൂ. വലിയേട്ടാ, ഈ നുര നിക്കുന്നില്ലല്ലോ. ഇപ്പൊ എന്താ ചെയ്യാ? ഇതിനെങ്ങനെയാണ് ഒന്ന് നിർത്തുന്നത്? ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ എന്റെ മോട്ടുജി, അതായത് ഈ ഷാമ്പു ഒരിക്കലും അത്ര പെട്ടെന്ന് തീരില്ലെന്ന്. നിങ്ങൾ ശരിക്കും തലയിൽ ഒരു ഡ്രോപ്പ് മാത്രം ഒഴിച്ചാൽ മതിയായിരുന്നു. പക്ഷെ നിങ്ങൾ തലയിൽ എത്രമാത്രം ഷാമ്പു ഒഴിച്ചേ? അപ്പൊ ഞാൻ എന്റെ ജീവിതകാലം മുഴുവൻ ഈ ഷാമ്പു ഇങ്ങനെ കഴുകിക്കൊണ്ടേയിരിക്കണോ? പറ. ഒരിക്കലില്ല. അങ്ങനെ ഒന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. താങ്കൾ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് നന്നായിട്ട് കഴുകി അങ്ങോട്ട് എടുത്താൽ മതി. കഴിക്കോളൂ. അങ്ങനെ പലവട്ടം കഴിയാ ശരിയാവും. വലിയേട്ടാ, ഈ ഷാമ്പു നിങ്ങൾ പറഞ്ഞതുപോലെ അടിപൊളിയാണല്ലോ. എത്രയാ ഇതിന്റെ വില? അധികം ഒന്നുമില്ല, വെറും 2000 രൂപയെ ഞാൻ ഇതിനകത്ത് ചാർജ് ചെയ്യണുള്ളൂ. പിന്നെ പോരാഞ്ഞിട്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ വളരെ ലക്കി അല്ലേ? അതുകൊണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഇത് വെറും 2000 രൂപയ്ക്ക് ഞാൻ തരികയാണ്. പത്തലു, ഞാൻ വെറും 2000 രൂപയ്ക്കാണ് ഈ ഷാമ്പു വാങ്ങിച്ചത്. ഓ, നീ വീണ്ടും വിഡ്ഢിയായി. വിഡ്ഢി അവനാണ് ആയത്. എന്നിട്ട് നീ ഞാനാണ് വിഡ്ഢി എന്ന് പറയുന്നു. ഞാൻ എന്ത് തന്നെ ചെയ്താലും അത് നിനക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ലല്ലോ പത്തലു. പൊയ്ക്കോ, ഞാനിനി നിന്നോട് മിണ്ടില്ല. വരൂ, ഈ പറപ്പിക്കുന്ന ഓടക്കുഴല് വാങ്ങിച്ചോണ്ട് പോകൂ. ഹലോ ചേട്ടന്മാരെ, നിങ്ങളുടെ ശ്രദ്ധ എവിടെയാണ്? എന്റെ പൊന്ന് സാറേ, ഈ മാന്ത്രിക ഓടക്കുഴല് വിൽക്കുന്ന ആള് ഞാനാണേ. വലിയേട്ടാ, സത്യമായിട്ട് തന്നെ പറ. ഈ ഓടക്കുഴല് കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുക? ഇതെങ്ങനെയാണൊന്ന് വായിക്കുക? ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? അതെ, കൊള്ളാം ചേട്ടാ, കൊള്ളാം. നിങ്ങൾ വളരെ അതിമനോഹരമായിട്ടാണ് ഓടക്കുഴല് വായിച്ചത് കേട്ടോ. നിങ്ങളൊരു ഭയങ്കര മനുഷ്യനാണല്ലോ. നിങ്ങൾ കണ്ണി കണ്ട കാര്യങ്ങൾ വിശ്വസിക്കില്ലെന്ന് പറഞ്ഞ എന്താ ചെയ്യാ? അല്ല ചേട്ടാ, അല്ല. എനിക്കിപ്പോ നിങ്ങൾ നല്ലോണം വിശ്വാസമായി. ഈ ഓടക്കുഴല് നിങ്ങൾ പറഞ്ഞതുപോലെ അടിപൊളിയാണ് ചേട്ടാ. നിങ്ങള് അതുകൊണ്ട് ഇതിലൊന്നും എനിക്കും തരാവോ പ്ലീസ്? അതെ ചേട്ടാ, എന്തുകൊണ്ടില്ല? ഞാനിത് വിൽക്കാനല്ല ഇവിടെ ഇരിക്കണേ. പറയൂ, നിങ്ങൾക്ക് ഏതാണ് വേണ്ടത്? ചെറുതിന്റെ വില 5000 രൂപയാണ്, എന്നാലോ വലുതിന്റെ വില 10000 രൂപയാണ്. എങ്കിൽ ശരി, ആ വലുത് തന്നെ തന്നോളൂ. കാരണം ആ ഓടക്കുഴല് ഞാനല്ലേ ഇനി വായിക്കാൻ പോകുന്നത്, അതുകൊണ്ടാ. പിന്നെ തീർച്ചയായിട്ടും ചേട്ടാ, നിങ്ങളല്ലേ വായിക്കേണ്ടത്. ഇത് വായിക്കുമ്പോ നിങ്ങളുടെ ദിവസം വളരെ നന്നായിട്ടായിരിക്കും പോകുന്നത്. പിന്നെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഒന്ന് വായിച്ചു നോക്കിക്കോ. പിന്നെ വലിയ ഓടക്കുഴല് വായിച്ചാൽ കാറ് വരെ പറക്കുന്ന പറയണേ. വേണം നോക്കിക്കോ. ഇനി വേഗം ചെന്നിട്ട് ഈ ഓടക്കുഴല് പത്തലൂനെ ഒന്ന് കാണിക്കണം. അവൻ ഒരുപാട് സന്തോഷാവും കണ്ടോ. അതെ ബോസേ, എനിക്ക് ഒരു കാര്യം അറിയുന്നില്ല. കാറിൽ കെട്ടിയിരിക്കുന്ന കയർ അവർ കാണുന്നേ ഇല്ല. കാരണം ഇത് പ്രത്യേകതര കയറുകളാണ്. ഈ കണ്ണാടികൾ ഇട്ടാൽ മാത്രമേ അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കൂ. ഇതൊന്ന് ഇട്ടു നോക്കിയേ, അപ്പൊ കാണാം. കാണുന്നില്ലേ? എങ്കിൽ പെട്ടെന്ന് ഈ പ്ലാസ്റ്റിക് കാർ ഇവിടുന്ന് എടുത്ത് നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് അങ്ങോട്ട് പോകാം. വേഗമാകട്ടെ, താമസിക്കണ്ട. എന്റെ പത്തലു, നീ ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഒരു പ്രാവശ്യമെങ്കിലും ഈ ഷാമ്പു ഒന്ന് ഉപയോഗിച്ച് നോക്കൂ. ഇതൊരിക്കലും തീരുകയില്ല. ഇതൊരു മാജിക്കൽ ഷാമ്പു ആണ്. എന്ന് വെച്ച് തീരൂല എന്നൊന്നും ഉറപ്പ് പറയണ്ട നീ. ഇങ്ങോട്ട് താ, ഞാനൊന്ന് നോക്കിട്ട് വരാം തീരോ ഇല്ലയെന്ന്.
ഇപ്പോഴെങ്കിലും നിന്റെ ബുദ്ധിയുടെ വാതിൽ തുറന്നോ? അതിനെങ്ങനെയാ കാട്ടിലുള്ള മൃഗങ്ങൾക്കൊന്നും അത് തുറക്കില്ലല്ലോ. എനിക്ക് തോന്നുന്നത് ആ ഷാമ്പു വിൽക്കുന്നവൻ എന്നെ ശരിക്കും പറ്റിച്ചു കളഞ്ഞെന്നാണ് കേട്ടോ. പക്ഷേ ഈ ഓടക്കുഴൽ എന്തായാലും അതിന്റെ ജോലി വൃത്തിക്ക് ചെയ്യുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. വരൂ, ഇപ്പൊ തന്നെ നിനക്കത് കാണിച്ചു തരാം. സഹോദരി സഹോദരന്മാരെ, നോക്കൂ നോക്കൂ എന്റെ ഈ ഓടക്കുഴലിന്റെ അതിമനോഹരമായ കഴിവുകൾ. ഞാൻ ഇപ്പോൾ തന്നെ ബോക്സർ ചേട്ടന്റെ ഈ കാർ ആകാശത്തിലേക്ക് പറപ്പിച്ച് നിങ്ങൾക്കൊക്കെ കാണിച്ചു തരാം. മോട്ടു, നിന്റെ തലക്കെന്താ വട്ടുപിടിച്ചോ? എന്റെ കാറിനെ നീ വായുവിലേക്ക് ഉയർത്തു നിന്നോ? ഇനി അഥവാ നിനക്ക് വായുവിൽ ഉയർത്താൻ പറ്റിയില്ലെങ്കിലുണ്ടല്ലോ, നിങ്ങളെ രണ്ടിനെയും ഞാൻ വായുവിൽ കെട്ടിത്തൂക്കും. ഇനി വായുവിൽ പൊന്തുന്ന കാഴ്ച ഞാൻ കാണിച്ചു തരാം. നീ ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോയി ഓരോ പ്രശ്നങ്ങൾ വാങ്ങിക്കൊണ്ടുവരും. ഇപ്പൊ നിന്റെ കൂടെ ചേർന്ന് എനിക്ക് കിട്ടിയില്ലേ? കണ്ടില്ലേ പത്ലു, ഈ ഓടക്കുഴലിന്റെ ശബ്ദം കൊണ്ടാ നമ്മൾ പറഞ്ഞോണ്ടിരിക്കുന്നത്. മോട്ടു, അത് ഓടക്കുഴലിന്റെ ശബ്ദം കൊണ്ടല്ല, ബോക്സറിന്റെ പഞ്ച് കൊണ്ടാണ്. പക്ഷെ ഇപ്പൊ അറിയില്ല നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന്. പക്ഷെ ഒന്ന് മനസ്സിലായി, എന്തായാലും നമ്മൾ രണ്ടുപേരും പിടികളായെന്ന്. അത് വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ പത്ലു? അതുകൊണ്ട് നീ തന്നെ ഒന്ന് ആലോചിക്കൂ. ഐഡിയ, വാ നമുക്ക് ഡോക്ടർ ജഡ്കയുടെ അടുത്തേക്ക് പോകാം. ആ ഗ്യാങ് വന്നിരിക്കുന്നത് ഫുർഫുറി നഗർ മുഴുവനും മോഷ്ടിക്കാനാണ്. നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ടെന്നേ. ഇതാ ഇങ്ങോട്ട് നോക്ക്, പറക്കുന്ന കുതിര. ഈ റിമോട്ട് കൊണ്ട് നിങ്ങൾക്ക് ഇതിനെ ഈസി ആയിട്ട് പറപ്പിക്കാവുന്നതേ ഉള്ളൂ. വളരെ എളുപ്പമാണെന്നേ. വരൂ വരൂ. ഈ കുതിര പറക്കണുണ്ടല്ലോ. ഈ കുതിര എന്റെ കിട്ടിയാൽ ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ധനികനായി മാറും. അത് തീർച്ച. അത് ശരി, അപ്പൊ നമുക്ക് പോവാം. ചേട്ടാ, ചേട്ടന്റെ കുതിര ശരിക്കും വലിയൊരു സംഭവം തന്നെയാ കേട്ടാ. ഇത് എന്ത് നന്നായിട്ട് പറക്കണേ. അല്ല, ശരിക്കും പറഞ്ഞ താങ്കളുടെ ഈ കുതിര എനിക്ക് വിറ്റ് തരുമോ? ഞാൻ ഈ കുതിരയെ ഒരിക്കലും നിങ്ങൾക്ക് തരില്ല. ഇത് തീർച്ചയായിട്ടും പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അവരൊക്കെ യാത്ര ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. എങ്കിൽ നിങ്ങൾക്ക് ഈ കുതിര എനിക്ക് തീർച്ചയായിട്ടും തന്നേ പറ്റൂ. എനിക്ക് ഇതിന്റെ വളരെ അത്യാവശ്യമുണ്ട്. ഞാൻ ഈ മലയുടെ അപ്പുറത്തെ ഭാഗത്താണ് താമസിക്കണേ. അതാ എന്റെ അപ്പൻ എപ്പോഴും സുഖമില്ലാണ്ട് കിടക്കുകയാണ് എന്റെ ചേട്ടാ. എനിക്ക് അദ്ദേഹത്തിന്റെ മരുന്ന് വാങ്ങാനായിട്ട് ഒത്തിരി കഷ്ടപ്പെടേണ്ടതായിട്ടുണ്ട്. ഞാൻ എന്താ ചേട്ടനോട് ഇനി പറയാ? നിങ്ങളുടെ ജീവിതത്തിൽ വിധി വളരെ ക്രൂരമാണ്, എനിക്ക് മനസ്സിലാവുന്നുണ്ട് വലിയേട്ടാ. പക്ഷേ നിങ്ങൾക്ക് ഈ കുതിരയെ ഒരിക്കലും വാങ്ങിക്കാൻ പറ്റില്ല. ഞാൻ ഇതിന് 1 കോടി രൂപ കൊടുത്താണ് വാങ്ങിച്ചത്. ഇതിന് ഞാൻ കൊടുക്കുന്നതാണ്. പക്ഷെ 1 കോടി രൂപ എനിക്ക് കിട്ടിയാൽ ഞാൻ ഇതിനെ കൊടുക്കും. പക്ഷെ നിങ്ങളുടെ കയ്യിൽ എവിടുന്ന 1 കോടി രൂപ എടുക്കാനുണ്ടാവുക? പറയൂ പറയൂ ചേട്ടാ. ഉണ്ട് ചേട്ടാ, എന്റെ കയ്യിലുണ്ട്. ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. ഇന്നാ പിടിച്ചോളൂ ചേട്ടാ, നിങ്ങൾ ചോദിച്ച പണം ഇന്നാ പിടിച്ചോളൂ. മൊത്തം 1 കോടി രൂപയുണ്ട്. എങ്കിൽ ശരി വലിയേട്ടാ, ശരി. അപ്പൊ ഇന്ന് മുതൽ ഈ കുതിര നിങ്ങളുടേതാണ്. ഇതിന്റെ മുകളിൽ കയറിയിരുന്ന് പറയണം, പറക്കന്റെ കുതിരെ പറ പറ പറ. അപ്പൊ ഈ കുതിര പറന്നോളും. എന്നാ ഞാൻ പറക്കട്ടെ എന്ന് വെച്ചാൽ ഞാൻ പോവാണെന്ന്. ശരി വലിയേട്ടാ. പോ, വരൂ എന്റെ കുതിരേ. പറക്ക് 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 പറക്കാൻ. അല്ല, വരൂ എന്റെ കുതിരേ, പറക്ക് പറക്ക് പറക്ക്. വരൂ എന്റെ കുതിരേ, പറക്ക് പറക്ക് പറക്ക്. ബോസ്, ഈ ചിറക് മെറ്റലിന്റേതാണെന്നാ തോന്നുന്നേ. അല്ല, എന്താ ഇത്? ഈ കുതിര റോബോട്ടിക് ആണല്ല. അയ്യോ, പിടിക്കാ മനുഷ്യനെ എങ്ങോട്ട് പോയി? ബോസ്, അതിന്റെ കൂടെ നിങ്ങളുടെ എല്ലാ സമ്പാദ്യവും പോയി കളഞ്ഞല്ലോ. ബോസ്,
ഇവൻ നിങ്ങളെക്കാളും കേമനാണെന്ന് തെളിയിച്ചു. നിങ്ങൾ കേമനാണെങ്കിൽ അവൻ കെങ്കേമനാ. നിങ്ങളുടെ കാര്യം ഒന്നും കഴിഞ്ഞു. മിണ്ടാണ്ടിരിക്കും. ഞാൻ ആളെ ഒരിക്കലും വിടില്ല. ഞാൻ വിടില്ല അയാളെ, സത്യം പറയുക. നിർത്താനാ പറഞ്ഞ. ഞാൻ തന്ന പൈസ ജനങ്ങൾക്ക് വിതരണം ചെയ്യുന്നത് നിർത്ത്. കള്ളം തിരുമാലി. എനിക്ക് റോബോട്ടിക് കുതിര വിറ്റിട്ട് നിങ്ങൾ ഓടി രക്ഷപ്പെടാൻ നോക്കുക. പക്ഷെ ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല. എന്റെ ടക്കുച്ചേട്ടാ, നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈ പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിലേ അത് നിങ്ങൾ ഇവനെ വിഡ്ഢിയാക്കിയിട്ട് ഷാമ്പുവും പുല്ലാങ്കുഴലും കൊടുത്തിരുന്നു. അതാ. ഏയ്, the name is ചിങ്കം. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് impossible. അറിയാമല്ലോ, impossible. Yeah. അരുത്. ആദ്യം ഞങ്ങൾ ഇവനെ പെരുമാറട്ടെ. ഇവന്റെ മാന്ത്രിക ഓടക്കുഴൽ കച്ചവടം ഇന്നത്തോടെ നിർത്താം. പിന്നെ നിങ്ങൾ ജയിലിലേക്ക് കൊണ്ടുപോയിക്കോളൂ. Watch India's largest kids library only on Geo Hotstar. Download the app now.